നമ്മുടെ കാലഘട്ടം ആശയപരമായ വലിയ ഒരു സംഘട്ടനത്തിൻ്റെ ഭൂമികയായിട്ട് നിലകൊള്ളുകയാണ്. പണ്ട് ഒരു പ്രസംഗം കേൾക്കണമെങ്കിൽ കിലോമീറ്ററുകൾ താണ്ടി പോകേണ്ടിയിരുന്നു. തെറ്റായ ആശയങ്ങളാണെങ്കിലും ശരിയായ ആശയങ്ങളാണെങ്കിലും അങ്ങനെ ദീർഘമായ യാത്രകൾക്ക് ശേഷം മാത്രമാണ് ആളുകൾക്ക് ലഭിച്ചിരുന്നത്. ഇന്ന് ഒരാൾക്ക് തൻ്റെ റൂമിലിരുന്നു കൊണ്ട് ലോകത്തോട് ഏതു തരത്തിലുള്ള വിദണ്ഡവാദങ്ങളോ വിവരക്കേടുകളോ വിളമ്പണമെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ സാധിക്കും. അതുപോലെ ലോകത്തിന് ഏറ്റവും നല്ല വിവരങ്ങൾ നൽകണമെങ്കിലും അതും സാധ്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സാധാരണക്കാരായ ആളുകൾ വളരെയേറെ അങ്കലാപ്പിലായിത്തീരുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലിബറൽ സമീപനങ്ങളുടെ കടന്നുകയറ്റമാണ്. ലിബറൽ സമീപനമെന്ന് പറഞ്ഞാൽ സർവതന്ത്ര സ്വതന്ത്രവാദം. പ്രമാണങ്ങളൊന്നും വേണ്ടതില്ല, അതുപോലെ കൃത്യമായ ഒരു ആദർശ വ്യക്തത വേണ്ടതില്ല, ജീവിതത്തിന് വ്യക്തമായ ഒരു അവബോധമോ ചിട്ടയോ നിയമമോ ഒന്നും വേണ്ടതില്ല. ഓരോരുത്തരും തനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ, അങ്ങനെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ലിബറലിസത്തിൻ്റെ സർവതന്ത്ര സ്വതന്ത്രവാദത്തിൻ്റെ അടിസ്ഥാന മുദ്രാവാക്യം. ഈ മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമാണ് മതനിരാസ നിരീശ്വരവാദ സമീപനങ്ങൾ. അതിലധിഷ്ഠിതമാണ് അതുപോലെ തന്നെ മതത്തിൻ്റെ ആളുകളായി നിലകൊള്ളുന്നു എന്ന് പുറത്തു നടിക്കുകയും എന്നാൽ മതം അകം കൊണ്ട് ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്ന കപട വിശ്വാസികളായിട്ടുള്ള, കപട വേഷം ധരിച്ചിട്ടുള്ള മതവേഷധാരികളായിട്ടുള്ള ആളുകൾ. ഇത്തരത്തിലുള്ള ആളുകളും യഥാർത്ഥത്തിൽ അവരുടെ ലിബറൽ ജീവിത വ്യാമോഹങ്ങൾക്ക് വേണ്ടി മതത്തിൻ്റെ ചട്ടക്കൂടുകളെ പൊളിക്കാൻ വേണ്ടിയുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിരീശ്വരവാദത്തിൻ്റെ ലേബലിൽ ആ കുപ്പായിട്ടിട്ട് വരുന്നു ചില ആളുകൾ. യഥാർത്ഥത്തിൽ അവർ നിരീശ്വരവാദത്തിൻ്റെ ലബോറട്ടറികളിൽ നിന്നുള്ള കാര്യങ്ങളുമായിട്ടല്ല വരുന്നത്, മറിച്ചത് ഫാസിസം ഒരുക്കി വച്ചിട്ടുള്ള അതിൻ്റെ ചതിക്കുഴികളെ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീമാൻ രവിചന്ദ്രൻ പോലുള്ള ആളുകൾ അത്തരത്തിലുള്ള കുപ്പായമിട്ടിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എല്ലാ യൂട്യൂബ് ചാനലുകളും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ മതവിമർശനത്തിൽ ഇസ്ലാമിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ വരുമ്പോൾ അവിടെ യാതൊരു അന്തവും കുന്തവുമില്ലാത്ത രീതിയിലുള്ള വിദണ്ഡവാദങ്ങളാണ് അയാൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുതന്നെയും ഏതൊരു ചെറിയ കുട്ടിക്കും ഇത് അബദ്ധമാണ് എന്ന് ബോധ്യം വരുന്ന കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം വിമർശനമാകുമ്പോൾ അങ്ങനെ ആകാം എന്നാണ് ശ്രീമാൻ രവിചന്ദ്രൻ കരുതുന്നത്. അതിനാൽ രവിചന്ദ്രനെ പോലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഫാസിസ്റ്റുകളുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ, ഇസ്ലാമിനെതിരെ പോരാട്ടത്തിൻ്റെ മുഖം തിരിച്ചു വച്ചിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഇതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പേരിൽ കുടികൊള്ളുകയും എന്നാൽ ഇസ്ലാം മതത്തെപ്പറ്റി വേണ്ടത്ര അവധാനതയോടുകൂടിയോ അവഗാഢമായോ യാതൊരു അറിവില്ലാതിരിക്കുകയും
എന്നാൽ കുറച്ചൊക്കെ അറബി ഭാഷയിലുള്ള കാര്യങ്ങൾ ചിലതൊക്കെ ഉദ്ധരിക്കാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള അത്യാവശ്യമുള്ള ചില മേമ്പൊടികൾ ചേർത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ശ്രീമതി ജാമിദയെ പോലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അവരുടെ വേരുകൾ ചെന്ന് നമ്മൾ പരിശോധിച്ച് പരതിയെടുത്താൽ, നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് നോക്കിയാൽ ജാമിദയുടെ വേരുകൾ, ജാമിദയുടെ സഹായികൾ, ജാമിദയുടെ പിന്തുണക്കാർ അവർ ഫാസിസ്റ്റുകളാണ്. ഫാസിസ്റ്റുകളുടെ അച്ചാരം വാങ്ങിയിട്ടാണ് ജാമിദ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ഭാഗത്ത് ലിബറലിസത്തിൻ്റെ കുപ്പായമിട്ട്, നിരീശ്വരവാദത്തിൻ്റെ കുപ്പായമിട്ട് അപ്രകാരം മതവിമർശനം നടത്തുന്ന ആളുകളുണ്ട്. എന്നാൽ ഇതൊന്നും അല്ലാതെ തന്നെ സ്വതന്ത്രമായ വിമർശനം നടത്തുന്ന ആളുകളും വേറെയുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇതിന് രണ്ടിനെയും വേർപെടുത്തി മനസ്സിലാക്കുകയും വേർപെടുത്തി തന്നെ തിരിച്ചാക്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് കൃത്യമായ രീതിയിലുള്ള ഒരു പരിഷ്കരണ സംരംഭത്തെ നമുക്കിവിടെ നിലനിർത്താൻ സാധിക്കുക. ഇതിൻ്റെ ഇപ്പുറം വന്നാൽ ഇതൊരു ഭാഗത്ത് എല്ലാ പ്രമാണങ്ങളെയും എല്ലാ മൂല്യങ്ങളെയും തകർത്ത് കളയുന്ന പ്രവണതയാണെങ്കിൽ, മറ്റൊരു ഭാഗത്ത് മതത്തിൻ്റെ തന്നെ കുപ്പായമിട്ട് മതയാഥാസ്ഥികതയുടെ പൂരപ്പറമ്പുകളിൽ അഭയം തേടി അവിടെ നിന്നുകൊണ്ടുള്ള ഇസ്ലാമിക വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങളും നടത്തുന്ന രീതികൾ നമുക്ക് നമ്മുടെ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ യാഥാസ്ഥിക സമൂഹത്തിൽപ്പെട്ട ആളുകൾ, നമ്മളിവിടെ സമസ്തക്കാരെന്ന് വിളിക്കുന്ന കേരളീയ സമൂഹം, അവരെത്തി എവിടെ എത്തി എന്നുള്ള നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇജ്തിഹാദ് പാടില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതുപോലെ മുൻഗാമികളായ ഇമാമുകൾ പറഞ്ഞതേ പിന്തുടരാൻ പാടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ മുസ്ലിയാക്കന്മാർ പലരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തമായ ഇജ്തിഹാദുകളാണ്. സ്വന്തമായ തരത്തിലുള്ള പലതരത്തിലുള്ള ആഖ്യാന വ്യാഖ്യാനങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പറ്റിയുള്ള തെറ്റായ പ്രചരണങ്ങളാണ്. ആ പ്രചരണങ്ങളിലൂടെയാണ് ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിമാനങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരു ഷെയ്ഖിനെ പറ്റി, ഒരു ഔലിയെപ്പറ്റിയുള്ള കഥകൾ കടന്നു വരുന്നത്. ഈ കഥകൾക്ക് ഏതെങ്കിലും മദ്ഹബിൻ്റെ കിതാബിൽ പിന്തുണയുണ്ടോ എന്ന് സമസ്തക്കാരോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അവരുടെ അടിസ്ഥാന പ്രമാണമായി അവർ അംഗീകരിച്ച മദ്ഹബിൻ്റെ ഇമാമുകളുടെ കിതാബുകളെയും അവർ വലിച്ചെറിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ആ യാഥാസ്ഥിക സമീപനം ഒരു ഭാഗത്ത്. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രവണതയാണ് ഈ സമസ്തക്കാരുടെ ഇടയിൽ നുഴഞ്ഞു കയറുന്ന ഷിയായിസത്തിൻ്റെ വേലിയേറ്റം. അതൊരു ഭാഗത്തുനിന്നുണ്ട്. ഷിയായിസത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ അപ്പോസ്തലനും ഏജൻറ്റുമായിരുന്ന സി ഹംസ, അദ്ദേഹമാണ് ഖൊമൈനിയുടെ ദി ഗവൺമെൻറ് ഹുക്കൂമത്ത് എന്നുള്ള പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആദ്യ വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക് ഫൗണ്ടേഷൻ്റെ പേരിൽ. മൗദൂദിയുടെ മാത്രമല്ല, ഷീ പണ്ഡിതന്മാരുടെ ഒട്ടനവധി പുസ്തകങ്ങൾ ഇസ്ലാമിക് ഫൗണ്ടേഷനിലൂടെ കേരളീയ മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും കേരളീയ മുസ്ലിം സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളെ ഇറക്കിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള, അതിനുവേണ്ടി ഗൂഢമായി പണിയെടുത്തിട്ടുള്ളൊരു വിഭാഗമാണ് ഷിയാക്കളുടെ ഈ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള ചില ആളുകൾ, അതിൽ ഈ ഹംസ പോലുള്ള ആളുകൾ ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് നമ്മൾ നോക്കുക. അവരുള്ളത് ഈ സമസ്തയുടെ കൂടാരത്തിൻ്റെ അകത്താണ്. അപ്പോൾ അവിടെ എടുക്കുന്ന പണി എന്താണ്? അവിടെ എടുക്കുന്ന പണി ഈ സമസ്തക്കാരെ അന്ധവിശ്വാസങ്ങളിലേക്ക് പൂർണ്ണമായി കൂപ്പുകുത്തിക്കുക, ഷീസത്തിൻ്റെ പ്രത്യേകമായ ചിന്താധാരകളിലേക്ക് വളരെ ബുദ്ധിപരമായി അതിൽ അവരെ മാസികളിലെ ലേഖനം എഴുതിക്കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോവുക. ഈ പണിയാണ് അവിടെ നടക്കുന്നത്.
ഇതോടൊപ്പം തന്നെ നമുക്ക് അന്ന് അതിൻ്റെ ഒപ്പം നിന്നിരുന്ന ഔസേഫ് ഹസൻ അതുപോലുള്ള ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്ന് അവരുടേതായ രീതിയിലുള്ള ചില സ്വതന്ത്രമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. ഇത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ്. ഇസ്ലാമിൻ്റെ പേരിലുള്ള ആചാരക്രമങ്ങളെ പ്രതിഷ്ഠിച്ചെടുത്ത് അതിൻ്റെ പ്രതലങ്ങളെ മാറ്റിയെടുത്ത് സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വളരെ ബുദ്ധിപരമായ ഏർപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് അതുപോലുള്ള കാര്യങ്ങൾ കടന്നു വരുന്നത്. ഇങ്ങനെ ഒരു ഭാഗത്ത് അത് വരുമ്പോൾ മറ്റൊരു ഭാഗത്ത് നമ്മൾ നിരീക്ഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കേരളത്തിൽ വളരെയേറെ പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം എന്ന പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല പേരുകളിൽ ഉണ്ടായിരുന്നത് മുജാഹിദ് പ്രസ്ഥാനം എന്നാണ്. 1950 ഇതിൻ്റെ പേര് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്നാണ്, മുജാഹിദ് പ്രസ്ഥാനം എന്നാണ്. അക്കാലത്ത് എഴുതിയിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വന്നിരുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് സ്വരൂപമായി ഉപയോഗിച്ചിരുന്നത് ഇസ്ലാഹി പ്രസ്ഥാനമെന്നാണ്. ഈ രണ്ട് പേരുകളും പൂർവ്വ തലമുറയിൽപ്പെട്ട പ്രായം ചെന്ന ആളുകൾക്ക് ഓർമ്മയുള്ളതാണ്. എന്നാൽ പിന്നീട് കുറച്ചു കാലം പിന്നിട്ടപ്പോൾ ഇവിടേക്ക് മറ്റൊരു വാക്കുകൂടി കടന്നു വന്നു. വാക്കുകളോട് നമുക്കൊരു വിരോധവുമില്ല. വാക്കുകൾ ഉപയോഗിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വിമർശിക്കപ്പെടുന്നതും ഉപയോഗിക്കപ്പെടേണ്ടതും. പിന്നെ വന്ന വാക്കാണ് സലഫി എന്ന വാക്ക്. ആ വാക്ക് വന്നത് യഥാർത്ഥത്തിൽ 1980കളിൽ കേരളത്തിൽ നിന്ന് അതിനു മുമ്പ് ആളുകളൊക്കെ മലേഷ്യയിലേക്കും സിലോണിലേക്കും സിംഗപ്പൂരിലേക്കുമൊക്കെയാണ് ജോലിക്ക് വേണ്ടി പോയിരുന്നതെങ്കിൽ പിന്നീട് ഗൾഫിലേക്ക് ജോലിക്ക് വേണ്ടി പോകാൻ തുടങ്ങി. അതോടൊപ്പം ചിലരൊക്കെ അവിടെ പഠിക്കാനും വേണ്ടി പോയി. അങ്ങനെ പഠിക്കാൻ വേണ്ടി പോയവരിൽ ചിലരൊക്കെ പ്രബുദ്ധരായിരുന്നു. അവർക്ക് അവിടെ നിന്ന് പഠിച്ച കാര്യങ്ങളും കേരളത്തിൻ്റെ ഭൂമികയും കൂട്ടിച്ചേർക്കാൻ അറിയാമായിരുന്നു. എന്നാൽ ചിലർക്കത് അറിയില്ലായിരുന്നു. അന്ധമായിട്ട് സ്വയം ചിന്താശേഷി പ്രയോഗിക്കാൻ സാധിക്കാത്ത ചില ആളുകൾ അവിടെയുള്ള സലഫിയത്തിൻ്റെ അന്ധമായ ധാരകളെ ഇവിടെ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഇവിടെ പലതും കടന്നു വന്നു. ഇതിനിടയ്ക്ക് തന്നെ കേരളീയ ഇസ്ലാഹി പ്രസ്ഥാനത്തിലുണ്ടായിട്ടുള്ള മറ്റൊരു രൂപപരിണാമമാണ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. സുന്നികളിൽ നിന്ന് യാഥാസ്ഥികന്മാരിൽ നിന്ന് കുറേ മുസ്ലിയാന്മാർ ഇങ്ങോട്ട് കയറി വന്നിരുന്നു. ആ മുസ്ലിയാന്മാരിൽ ചിലർ വന്നത് വളരെ സത്യസന്ധമായ ആദർശം മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേ ആളുകളുണ്ടായിരുന്നു. അതിൽപ്പെട്ട ആളുകളായിരുന്നു AP അബ്ദുൽ ഖാദർ മൗലവിയും NP അബ്ദുൽ ഖാദർ മൗലവിയും ഒക്കെ അങ്ങനെയുള്ള ആളുകളായിരുന്നു. അവർ സുന്നികളിൽ നിന്ന് കടന്നു വന്നവരാണ്. ഉമർ മൗലവി ഒരു മുസ്ലിയാരായിരുന്നു, സുന്നികളിൽ നിന്ന് കടന്നു വന്നയാളാണ്. അങ്ങനെ വന്ന ആളുകളാണ്. എന്നാൽ പിൽക്കാലത്ത് ഈ മുജാഹിദ് പ്രസ്ഥാനം സുസജ്ജമായി തീർന്നപ്പോൾ അതിൻ്റെ ആനുകൂല്യങ്ങളിൽ കണ്ണുതട്ട് കടന്നു വന്ന കുറച്ച് മുസ്ലിയാന്മാരുണ്ടായിരുന്നു. ആ മുസ്ലിയാന്മാരിൽ ചിലർ അവർ നേരത്തെ വിശ്വസിച്ചിരുന്ന വിശ്വാസങ്ങളോ ആചാരങ്ങളോ പൂർണ്ണമായി വിട്ടിരുന്നില്ല. എന്നാൽ അവർ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കുപ്പായമണിഞ്ഞതിലേക്ക് കടക്കുകയും ചെയ്തു. അങ്ങനെ കടന്നു വന്ന ചിലരൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമോ ചരിത്രമോ അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളുടെ ഊന്നലോ അതവർക്കറിയില്ല. അവർക്കറിയുന്നത് സമസ്തക്കാരുടെ കിതാബുകളുടെ ഉദ്ധരണികളാണ്. അവർ സമസ്തയിലായിരുന്ന കാലഘട്ടത്തിൽ ഉദ്ധരിച്ചതുപോലെ നിരവധിയായിട്ടുള്ള അറബി കിതാബുകളിലെ ഉദ്ധരണികളാണ്. ആ ഉദ്ധരണികളുമായി അവർ കടന്നു വന്ന് അവർ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചിലതിൻ്റെ നേതാക്കന്മാർ മാത്രമല്ല, അവരാണിപ്പോൾ ഫത്വ കൊടുക്കുന്നത്. അവരാണിപ്പോൾ ആ പ്രസ്ഥാനങ്ങളുടെ സിദ്ധാന്തങ്ങൾ രൂപീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൽ കണ്ണേറുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിൽ സിഹറുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിൽ ജിന്ന് ശരീരത്തിൽ കയറി അടിച്ചിറക്കണമെന്നുള്ള കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ആശയഗതി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിനുവേണ്ടി അവർ കിതാബുകൾ പരതുന്നു.
അറബിയിൽ എഴുതപ്പെട്ടതെല്ലാം രേഖകളാണ് എന്നവർ പ്രചരിപ്പിക്കുന്നു. അറബി അറിയുന്ന ഏതൊരാൾക്കും അറബിയിൽ ഗ്രന്ഥം എഴുതാൻ പറ്റും. മലയാളം അറിയുന്ന ഏതൊരാൾക്കും മലയാളത്തിൽ പുസ്തകം എഴുതാൻ പറ്റും. ഇംഗ്ലീഷ് അറിയുന്ന ഏതൊരാൾക്കും ഇംഗ്ലീഷിൽ ഗ്രന്ഥം എഴുതാൻ പറ്റും. അത് പൂർവ്വകാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണെങ്കിൽ പിൽക്കാലത്തുള്ള ആളുകൾക്ക് അത് പൂർവികരുടെ ഗ്രന്ഥമായി മാറും, പ്രാചീനരുടെ ഗ്രന്ഥമായി മാറും. ആ ഗ്രന്ഥത്തിൽ അബദ്ധങ്ങളുണ്ടെങ്കിൽ ആ അബദ്ധങ്ങൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ആ ഗ്രന്ഥങ്ങൾ ശരിയായ ദിശയിൽ കുടികൊള്ളുന്നതാണെങ്കിൽ അതും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഇതാണ് ഗ്രന്ഥങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ. എന്നാൽ ഇസ്ലാമികമായ അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല കിതാബുകളുടെ മൂലകളിൽ പരതിച്ചെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പൂർവിക പണ്ഡിതന്മാർക്ക് ആ കിതാബുകളുടെ മൂലകൾ പരിചയമില്ലാതിരുന്നത് കൊണ്ടല്ല, മറിച്ച് ചിലതൊക്കെ ഉദ്ധരിക്കാതിരുന്നതാണ്. കാരണം ഉദ്ധരിച്ച് സാധാരണക്കാരായ ആളുകൾ ആശയക്കുഴപ്പത്തിൽ അകപ്പെടുത്തേണ്ടതില്ല. അതിൻ്റെ കൃത്യമായ ഒരു പ്രമാണത്തിൻ്റെ വ്യക്തമായ ഐഡൻറ്റിറ്റി, കൃത്യമായ അതിർരേഖ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രബുദ്ധരായ പണ്ഡിതന്മാർക്ക് അറിയാമായിരുന്നു. അത് KP മുഹമ്മദ് മൗലവി സാഹിബിന് അറിയാമായിരുന്നു, AP അബ്ദുൽ ഖാദർ മൗലവിക്ക് അറിയാമായിരുന്നു, A അബ്ദുസ്സലാം സുല്ലമിക്ക് അറിയാമായിരുന്നു, അലവി മൗലവിക്ക് അറിയാമായിരുന്നു. അതുപോലുള്ള പണ്ഡിതന്മാർക്ക് അതറിയാമായിരുന്നു. പക്ഷെ ആ പണ്ഡിതന്മാരെ അടക്കം അവഗണിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ബഹുമാന്യനായ AP അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ അവസാന സന്ദർഭത്തിൽ നമുക്കറിയാം, പിന്നീട് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ CD ടവർ കേന്ദ്രീകരിച്ച് നിന്ന സംഘത്തിൽ നിന്നാണ് പിന്നെ വിവിധ സംഘങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ സംഘങ്ങൾ ഉണ്ടായതൊക്കെയും ഇത്തരത്തിലുള്ള പ്രമാണത്തിൽ നിന്നുള്ള വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഭാഗമായി 2002 നമുക്കറിയാം, 2012 നമുക്കറിയാവുന്നതുപോലെ ഈ ജിന്നിൻ്റെയും സിഹിറിൻ്റെയും ഒക്കെ അപ്പോസ്തലന്മാരായ മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിച്ച ആ കാര്യങ്ങളുടെ ചുവട് പിടിച്ച് നടക്കുന്ന ആളുകൾ ഇതിൽ നിന്ന് ഒന്നാകെ പുറത്തോട്ട് പോകാൻ നിർബന്ധിതരായി, CD ടവറിൽ നിന്ന് പുറത്ത്. എന്നാൽ CD ടവറിൽ നേരത്തെ ഈ ആശയങ്ങൾ സന്നിവേശിപ്പിക്കപ്പെട്ടതിൻ്റെ അനന്തരാവകാശികൾ ഇപ്പോഴും അതിൽ കുടികൊള്ളുന്നുണ്ട്. അവിടെയും ചില മുസ്ലിയാക്കന്മാരുണ്ട്. ആ മുസ്ലിയാക്കന്മാരാണ് അവിടെയും മുന്നണി പോരാളികളായി പൊരുതിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ വരുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുകയും അപജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ശ്രമങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള പ്രചാരണങ്ങൾ പലതും വന്നു. ഇതിനാദ്യമായിട്ട് അവർ ചെയ്ത പണി ഇസ്ലാഹി പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള അടിസ്ഥാനപരമായ ആദർശ പ്രമാണബദ്ധിതമായ അവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇസ്ലാഹി പ്രസ്ഥാനം ഏത് വലിയ ഹോജ പറഞ്ഞാലും 4 മദ്ഹബിൻ്റെ ഇമാമുകൾ വളരെ വലിയ പണ്ഡിതന്മാരാണ്. ഇമാം അബു ഹനീഫ ആദ്യത്തെ ഇമാമാണ്. ഇമാം മാലിക് 2ാമത്തെ മദ്ഹബിൻ്റെ ഏറ്റവും പ്രഖ്യാതനായ ഇമാമാണ്. ഇമാം ഷാഫി 3ാമത്തെ പ്രഖ്യാതനായ ഇമാമാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ 4ാമത്തെ പ്രഖ്യാതനായ ഇമാമാണ്. റഹിമഹും. ഇവരെല്ലാം അള്ളാഹുവിൻ്റെ കരുണകൾ ഏറ്റുവാങ്ങുന്ന, ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്തിട്ടുള്ള, ഇസ്ലാമിക ഫിഖ്ഹിനെ സമ്പന്നമാക്കിയിട്ടുള്ള മഹാപണ്ഡിതന്മാരാണ്. പക്ഷെ ആ പണ്ഡിതന്മാരിൽ ഓരോ പണ്ഡിതനും മറ്റൊരു പണ്ഡിതനെ നിരൂപണം നടത്തിയിരുന്നു. ആ പണ്ഡിതന്മാർക്ക് പിന്നാലെ വന്ന പല പണ്ഡിതന്മാരും അവരുടെ കിതാബുകളിലുള്ള കാര്യങ്ങളെ നിരൂപണ വിദ്യ പരിശോധിക്കുകയും പഠിക്കുകയും വിലയിരുത്തുകയും തിരുത്തങ്ങൾ കുറിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മദ്ഹബിൻ്റെ ഇമാമുകൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെയും അദ്ദേഹം തന്നെയും സ്വന്തം തന്നെ തിരുത്തം കുറിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഖദീമായ കൗലും ജദീദായ കൗലും എന്നൊക്കെ നമ്മൾ പ്രസംഗങ്ങളിൽ കേട്ടിരിക്കും. അത് അദ്ദേഹം ആദ്യകാലത്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഖദീമായ കൗല്. പിന്നെ കുറേ കൂടെ പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ ജദീദായ കൗല് അഥവാ കൂടുതൽ വ്യക്തതയോടുകൂടി മനസ്സിലാക്കിയ കാര്യങ്ങൾ അദ്ദേഹം തിരുത്തി പറഞ്ഞു. അതിന് അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത ഇസ്ലാമിനോടായിരുന്നു.
അതേപോലെ ഇസ്ലാമിക പ്രമാണങ്ങളോടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് അദ്ദേഹം പെരുമാറിയത്. ഇങ്ങനെയുള്ള ആ മദ്ഹബിൻ്റെ ഇമാമുകളിൽ, ആ 4 മദ്ഹബിൻ്റെ ഇമാമുകളും ഒരു കാര്യത്തിലൊരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ? യാഥാസ്ഥികന്മാർ പറഞ്ഞിരുന്നു, ഒരു മദ്ഹബിൻ്റെ ഇമാമിൽ, ഒരു മദ്ഹബിൽ വിശ്വസിക്കുന്ന ആൾ ആ മദ്ഹബിൻ്റെ പുറത്തേക്ക് കടക്കാൻ പാടില്ല. അതുകൊണ്ട് ഹറമ് പോയാൽ വേണമെങ്കിൽ ആ സമയത്തൊന്ന് കടക്കാം, അല്ലാത്തൊരു സ്ഥലത്തൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, മദ്ഹബ് മാറിയിട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നായിരുന്നു നമ്മുടെ യാഥാസ്ഥിക ഉലമാക്കന്മാർ സാധാരണ ജനങ്ങളെ പഠിപ്പിച്ചിരുന്നത്. കാരണം മദ്ഹബിന്ന് മാറാൻ പാടില്ല, അവനാൻ്റെ മദ്ഹബിന്ന് മാറാൻ പാടില്ല. ഇനി അവരൊന്നാകെ ഈ കാര്യങ്ങളെ പറ്റിയുള്ള ശരിയായ പരിശോധനകളും ആലോചനകളും ചിന്തകളൊക്കെ വന്നപ്പോൾ അവർ പിന്നാലെ പറഞ്ഞു, ഇത് നമുക്ക് ഈ മദ്ഹബിൽ നിന്ന് വരുന്ന കാര്യങ്ങളിൽ, മദ്ഹബിൻ്റെ ഇമാമുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ, അത്തരം കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ സൂക്ഷ്മമായി 4 മദ്ഹബിൻ്റെ ഇമാമുകളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ലംഘിക്കാൻ പാടില്ല, നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രീതിയിലാണ് അത് കടന്നു പോയിട്ടുള്ളത്. എന്നാൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ, ഇസ്ലാമിക ചരിത്രത്തിൻ്റെ, പാരമ്പര്യത്തിൻ്റെ അടിത്തറകൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, അവിടെ 4 മദ്ഹബിൻ്റെ ഇമാമുകൾ പറഞ്ഞതിനെതിരെ പിൽക്കാലത്ത് പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹം 4 മദ്ഹബിൻ്റെ ഇമാമുകൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു. ആ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞതിൽ പല ആളുകളും പറഞ്ഞിട്ടുണ്ടാകും, ആ പറഞ്ഞതിൽ ഏതാണോ കൂടുതൽ ശരിയായി പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യം വരുന്നത് അത് സ്വീകരിക്കാമെന്നുള്ളതാണ്. അത് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങൾ പിന്തുടരരുത്, നിങ്ങൾ ആരും പിന്തുടരരുത്. ഓരോ വ്യക്തിയോടാണ് പറഞ്ഞത്. ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിങ്ങൾക്ക് ഇൽമില്ലാത്ത ഒന്നിനെ നിങ്ങൾ പിന്തുടരരുത് എന്ന് പറഞ്ഞു. ആ ഇൽമില്ലാത്ത ഒന്നിനെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല എന്ന് ഓരോ വ്യക്തിയോടും പറഞ്ഞു. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെയും കേൾവി, നിങ്ങളുടെ ഓരോരുത്തരുടെയും കാഴ്ച, നിങ്ങളുടെ ഓരോരുത്തരുടെയും അഫ്ഇദ, ഫുആദ്, നിങ്ങളുടെ ഗ്രാഹ്യശേഷി, നിങ്ങളുടെ ചിന്താശേഷി, നിങ്ങളുടെ മനസ്സിലാക്കാനുള്ള കഴിവ്, ഇതിനെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കും, ഓരോരുത്തരോട് ചോദിക്കും. അപ്പോൾ സാധ്യമാകുന്ന വിധം ഓരോരുത്തരും ഇത്തരം കാര്യങ്ങളെപ്പറ്റി സാധ്യമാകുന്ന വിധമുള്ള ബോധമുള്ളവരായിരിക്കണം. ഒരു പണ്ഡിതൻ പഠിക്കുന്നത് പോലെ സാധാരണക്കാരന് പഠിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ സാധാരണക്കാരനും സാധാരണക്കാരൻ്റേതായ ഉത്തരവാദിത്വമുണ്ട്. ഈ കാര്യമാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ മദ്ഹബിൻ്റെ ഇമാമുകൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളിൽ നിന്ന് ഭിന്നമായ അഭിപ്രായങ്ങൾ പിൽക്കാലത്തുള്ള പല പണ്ഡിതന്മാരും പറഞ്ഞു. അതിൽ ചിലത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. എന്നാൽ ആ പണ്ഡിതനോട്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയോട്, ഇപ്പോൾ പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുന്ന മുജാഹിദ് പുതിയ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ, അവർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യനെ കൊണ്ടുവരിക, ചോദിക്കുക, ഷെയ്ഖുൽ ഇസ്ലാമെ, അങ്ങേക്ക് മുമ്പ് ആരെങ്കിലും ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ ചോദ്യം ഷെയ്ഖുൽ ഇസ്ലാമിനോട് ചോദിക്കുമോ? ചോദിക്കേണ്ടതുണ്ടോ? ചോദിക്കേണ്ടതില്ല. കാരണം അദ്ദേഹം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. മുത്തലാഖ് വിഷയത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുള്ള കാര്യം നേരത്തെയുള്ള 4 മദ്ഹബിൽ നിന്ന് ഭിന്നമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ചോദ്യത്തിൽ പ്രസക്തിയുണ്ടോ? ഇന്നിപ്പോൾ മുജാഹിദുകളായ ആളുകൾ അങ്ങനെ ചോദിക്കുന്നു. ഇത് നേരത്തെ നമ്മുടെ സുന്നി സമസ്തയിലുള്ള സുഹൃത്തുക്കൾ, കേരളത്തിലുള്ള സമസ്ത സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യമാണ് ഇപ്പോൾ മുജാഹിദ് വേദിയിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഏതൊരു കാര്യം തീരുമാനിക്കണമെങ്കിലും, ഏത് വിഷയങ്ങളിൽ ആർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും, ആ മുജാഹിദ് ഗ്രൂപ്പുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും, സുന്നികൾ അഥവാ സമസ്തക്കാരും മുജാഹിദ് ഗ്രൂപ്പുകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും,
തെബ്ലീഗുകാരും മുജാഹിദുകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും ജമാഅത്തുകാരും ഖാദിയാനികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും ആര് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാലും ഇസ്ലാമാണോ ഇസ്ലാമിൻ്റെ പേരിലാണോ സംസാരിക്കുന്നത് എങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട്. അതിലൊന്നാമത് ഖുർആനാണ് അതിന് ഉത്തരം നൽകേണ്ടത്. ഖുർആൻ ഉത്തരം നൽകി. ഖുർആൻ എന്തു പറഞ്ഞു? ഖുർആൻ പറഞ്ഞു ഫൈൻ തനാസഅ്തും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. സൂറ നിസാ 59. നിങ്ങൾ ആരാവട്ടെ, നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായാൽ ഫൈൻ തനാസഅ്തും ഫീ ഷൈഇൻ, ഏതാണ് ആ ഷൈഇ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഈത്തപ്പനയുടെ പരാഗണം എങ്ങനെ നടത്തണം എന്നുള്ള ഒരു ഭൗതിക കാര്യത്തെ പറ്റിയുള്ള അഭിപ്രായ വ്യത്യാസമാണോ? അല്ല. ദീനിയായ കാര്യത്തിലുള്ള ആ ഷൈഇലുള്ള അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്കിടയിലുണ്ടായാൽ, അതുകൊണ്ടാണ് നബി തിരുമേനി ഈത്തപ്പന പരാഗണം നടത്തുന്ന സംഭവം നമുക്കറിയാലോ, ഞാൻ വിസ്തരിച്ച് പറയണില്ല. നബി ഒരു സ്ഥലത്ത് കൂടെ നടന്നു പോയപ്പോൾ ചില ആളുകൾ ഈത്തപ്പനയുടെ കൃത്രിമ പരാഗണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോട് നബി പറഞ്ഞു അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ അങ്ങനെ ചെയ്തില്ല. പിന്നെ നബിയിലെ പോയപ്പോൾ അവരുടെ ഈത്തപ്പനക്ക് കൂടുതൽ വിളകളുണ്ടായില്ല. അപ്പോൾ നബി അവരെ വീണ്ടും അതിലേ ചെന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നബി ഞങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളത് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നബി പറഞ്ഞു അൻതും അഅലമു ബി ഉമൂരി ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ഈത്തപ്പനകൾക്ക് പരാഗണം നടത്തണോ നടത്തണ്ടേ എന്നുള്ള കാര്യം, നിങ്ങളുടെ മൈക്ക് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ള കാര്യം, നിങ്ങളുടെ കമ്പ്യൂട്ടർ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള കാര്യം, ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായാൽ നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നല്ല. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അങ്ങനല്ല. ഫൈൻ തനാസഅ്തും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കിൻ. വറസൂൽ, അർറസൂലിലേക്ക് മടക്കിൻ. അല്ലാഹുവിലേക്ക് എങ്ങനെയാണ് മടക്കുക? അള്ളാഹു നേരിട്ട് വന്ന് ഓരോ മനുഷ്യരോടും സംസാരിക്കുകയാണോ രീതി? അല്ല. ഖുർആൻ പറഞ്ഞു അള്ളാഹു പ്രവാചകന്മാരിലൂടെയാണ് സംസാരിക്കുക. പ്രവാചകന്മാർക്കാണ് അള്ളാഹു വഹി കൊടുക്കുക. പ്രവാചകന്മാരിലൂടെ അള്ളാഹു വേദഗ്രന്ഥം അവതരിപ്പിക്കും. അതിലൂടെയാണ് കാര്യങ്ങൾ നൽകുക. ഇനി വേദഗ്രന്ഥം നൽകാത്ത പ്രവാചകന്മാർ ആ മുമ്പ് വന്ന വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രബോധനം നടത്തുക. ഇതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ള ആ കാര്യത്തിലുള്ള രീതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായാൽ അള്ളാഹിലേക്ക് മടക്കുക. അള്ളാഹിലേക്ക് മടക്കാൻ ഇപ്പോൾ അള്ളാഹുവിനോട് നമുക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടുമില്ല. മറിച്ച് ഖുർആനിലേക്ക് മടക്കുക. ഇലല്ലാ എന്ന് പറഞ്ഞാൽ ഇലാ കിതാബില്ല, കിതാബിലേക്ക് മടക്കുക. ആ കിതാബ് എന്തുമാത്രം സ്ഫുടം ചെയ്തതാണ്, എന്തുമാത്രം വ്യക്തതയുള്ളതാണ്. ലിസാനുൻ അറബിയുൻ മുബീൻ, വളരെ സ്പഷ്ടമായ അറബി ഭാഷയിൽ അവതീർണമായ ഗ്രന്ഥം. അറബി ഭാഷ ലോകഭാഷകളുടെ ഗുരുവാണ്. എല്ലാ ഭാഷകളെയും എടുത്ത് വേണേൽ പഠിച്ചു നോക്കിക്കോളൂ. ആ ഭാഷകൾക്കൊന്നുമില്ലാത്ത ആശയസമ്പുഷ്ടതയുടെ ആശയവൈപുല്യതകളെ ഉൾക്കൊള്ളാനുള്ള വിശാലമായൊരു ചക്രവാളമുള്ള ഭാഷയാണ് അറബി ഭാഷ. അത് ആശയങ്ങൾ പ്രകാശിപ്പിക്കുന്നതിന് ഏറ്റവും സ്ഫുടതയുള്ള ഭാഷ കൂടിയാണ്. അതുപോലെ സംക്ഷിപ്തതയുള്ള ഭാഷയാണ്. അങ്ങനെയുള്ള ഭാഷയിൽ ഖുർആൻ അവതരിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞു. ആ ഖുർആനാണ് നമുക്കുള്ള വലക്കദി യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ഖുർആൻ പഠിക്കാൻ സന്നദ്ധനാണോ? ഫഹൽ മിൻ മുദ്ദക്കിർ, ആരെങ്കിലും പഠിക്കാൻ സന്നദ്ധനാണോ? അവർക്ക് എളുപ്പമാണ്. ആ ഖുർആൻ വലിയൊരു ബാലികാറ മലയല്ല, അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടുള്ളതല്ല, വളരെ എളുപ്പമുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഖുർആനാണ് ഒന്നാമത്തെ പ്രമാണം. ആ ഖുർആനിൽ എത്ര ആയത്തുണ്ട്? വ്യക്തമാണ്. 6236, 6666 അല്ല. അത് ചില ആൾക്കാർ പണ്ടങ്ങനെ പറഞ്ഞ് പോകുന്നതാണ്. അത് ആധികാരികമായ ഒരു ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടതുമല്ല, ആൾക്കാരുടെ ചുണ്ടായിട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ്. പിന്നെ അപൂർവമായിട്ട് എവിടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഖുർആൻ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 6236 ആയത്തുകൾ.
അത് സൗദിയിൽ നിന്ന് ക്ലിയർ ചെയ്ത് വന്നിട്ടുള്ള മുസ്ഹഫുകൾ എടുത്തു നോക്കുക, എണ്ണി നോക്കുക. 6236 ആയത്ത്. ഈ 6236 ആയത്തിൽ ആ ആയത്തുകൾ എങ്ങനെ കിട്ടിയതാണ്? അത് മുത്തവാത്തിറായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അതിൽ ഖബറാഹാദായിട്ട്, മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ സംശയരഹിതമായ രീതിയിൽ സംഘടിതമായി ലഭിച്ചിട്ടുള്ളത്. ഖബറാഹാദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഘടിതമല്ലാതെ ലഭിച്ചിട്ടുള്ളത്. 2 ആളോ 3 ആളോ ഒക്കെ ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് കിട്ടും. ഏകറാവി എന്ന് പറഞ്ഞാൽ മലയാളം അതിന് ഫിറ്റല്ല, ദിറാവി ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അത് സംഘടിതമല്ലാത്ത രീതിയിൽ വന്നിട്ടുള്ളത് അതാണ് മറ്റുള്ളത് ഖബറാഹാദ് എന്ന് പറഞ്ഞത്. ഖുർആനിലുള്ള എല്ലാ ആയത്തുകളും മുത്തവാത്തിറാണ്. 6236 ആയത്ത്. ആ ഖുർആൻ്റെ ആയത്ത് പരതിയിട്ട് ധാരാളം ഗ്രന്ഥങ്ങൾ നമ്മൾ റെഫർ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, ഒറ്റ ഗ്രന്ഥം റെഫർ ചെയ്താൽ മതി. അതേതാ? മുസ്ഹഫ് ഖുർആൻ. അത് മാത്രം റെഫർ ചെയ്താൽ മതി. അത് ഖുർആൻ്റെ ഒരായത്ത് മറ്റായത്തിനെ വ്യാഖ്യാനിക്കുന്നു. പിന്നെ അങ്ങനെയുള്ള അല്ലാത്ത ചില കാര്യങ്ങൾ നബി വിശദീകരിച്ച് തരേണ്ടതുണ്ട്. അത് വളരെ കുറഞ്ഞ ശതമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു എന്ന വിശദീകരണം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലെ ചാപ്റ്ററായിട്ടുണ്ട്. അതിലും കൂടി എടുത്തു വെക്കുക. അത് കുറഞ്ഞ ശതമാനമാണുള്ളത്. അത് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള ചില സംഗതികളുണ്ട്, ചില കർമ്മപരമായ കാര്യങ്ങൾ, ചില വിശദാംശങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ. അത്തരം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരും. അതാണ് ഹദീസുകളായിട്ട് വരുന്നത്. അപ്പോൾ ഖുർആൻ്റെ വ്യാഖ്യാനമാണ് ഹദീസ്, ഖുർആനല്ല ഹദീസ്. ഹദീസിൽ വരുന്ന കാര്യങ്ങളിൽ ഹദീസ് എന്ന പേരിൽ പിന്നെ നബി പറഞ്ഞതിൻ്റെ കൂടെ കുറേ ആൾക്കാർ പിൽക്കാലത്ത് എന്ത് ചെയ്തു? താല്പര്യക്കാരായ ആളുകൾ ഹദീസ് അറിഞ്ഞ് കുറേ കാര്യങ്ങളായിട്ട് കെട്ടിയുണ്ടാക്കി. മൻ അക്കലൽ ബിത്തീഹു ദഖലൽ ജന്ന. ആരെങ്കിലും വത്തക്ക തിന്നാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇത് ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടിയും ഇസ്ലാമിക പ്രമാണങ്ങളെ അപഹസിക്കാൻ വേണ്ടിയും ഉണ്ടാക്കിയ മൗലു ആയ കൽപ്പിതമായ റിപ്പോർട്ടിൽപ്പെട്ടതാണ്. ആ മൗലു ആയ റിപ്പോർട്ടുകളുണ്ട്. അതിനും എന്താ പറയുക? ഹദീസ് എന്നാ പറയുക. അപ്പോൾ ഹദീസാണോ പ്രമാണം? ചില ആളുകൾ അങ്ങനെ പറഞ്ഞുണ്ട്. അത് പറയുമ്പോൾ ഉദ്ദേശത്തിനനുസരിച്ചാണ് അത് ശരിയും തെറ്റുമാകുക. ഹദീസ് എന്നുള്ള സുന്നത്ത് എന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞെങ്കിൽ ശരി. എന്നാൽ ഹദീസ് എന്ന് മാത്രം അതല്ലാതെ പറയുകയാണെങ്കിൽ അത് പ്രമാണം, അത് മാത്രമായിട്ട് അങ്ങനെ സ്വന്തമായിട്ട് പ്രമാണമല്ല. ഹദീസിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുക്കപ്പെടുന്ന മക്ബൂലായ, മക്ബൂൽ എന്ന് പറഞ്ഞാൽ സ്വീകാര്യോഗ്യമായ, മർദൂദല്ലാത്ത, തള്ളപ്പെടേണ്ടതല്ലാത്ത മക്ബൂലായിട്ടുള്ള റിപ്പോർട്ടുകൾ, സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടാണോ അല്ലേ എന്ന് സംശയമുള്ളതാണെങ്കിലോ അത് മാറ്റിവെക്കുക. അതല്ല എന്ന് അതിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസമുള്ളതാണെങ്കിലോ അതെങ്ങനെ എടുക്കണത്? അത് ലോകത്ത് ഒരു മനുഷ്യൻ്റെ ചരിത്രത്തിലും എടുക്കാത്ത വിധമാണ് നബിൻ്റെ ചരിത്രം സ്ഫുടം ചെയ്തെടുക്കാൻ വേണ്ടി ഇസ്ലാമിക സമൂഹം ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചില ഹദീസ് നിഷേധികളായ ആളുകൾ പറയുന്നുണ്ട്, ഹദീസ് എന്ന് പറഞ്ഞാൽ ബുഖാരി എന്ന് പറഞ്ഞൊരു മൊല്ലാക്ക ഒരു കൊട്ടയായിട്ട് പോയിട്ട് കണ്ടതൊക്കെ വാരി വലിച്ചിട്ട്, അല്ലെങ്കിൽ മുസ്ലിം അബൂദാവൂദ് ഇങ്ങനെ കുറേ കൊട്ടയിൽ വലിച്ചിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് എന്ന് പറയാറുണ്ട്. ആ രീതിയിലല്ല. അത് അവരുടെ കിതാബിൽ സാധ്യമാകുന്നത്ര എല്ലാം ക്രോഡീകരിച്ച് വന്നിട്ടുണ്ട്. അവർ ക്രോഡീകരിച്ച് തരാൻ മാത്രമല്ല ചെയ്തിട്ടുള്ളത്. അവർ പറഞ്ഞു ഇത് പരിശോധനാ വിധേയമാണ്. പരിശോധനാ വിധേയമാണ് എന്നുള്ളത് ആർക്കൊക്കെ ബോധ്യമുണ്ടായിരുന്നു? ഇമാം ബുഖാരി ഒരു കിതാബ് എഴുതിയപ്പോൾ ഇമാം മുസ്ലിമിന് ബോധ്യമുണ്ടായിരുന്നു, ബുഖാരിയിലില്ലാത്തത് എനിക്ക് ശരിയായി തോന്നിയത് എനിക്ക് എൻ്റെ കിതാബ് ചേർക്കാമെന്ന്. അതുകൊണ്ടാണ് ബുഖാരി മുസ്ലിം ഏകോപിച്ചുള്ള 2000 ചില്ലാനം റിപ്പോർട്ടുണ്ട്. എന്നാൽ മുസ്ലിം മാത്രമായിട്ട് റിപ്പോർട്ട് ചെയ്തതാണുണ്ട്. അതേതാണ്? ചിലത് ബുഖാരി തള്ളിയതായിരിക്കും, പക്ഷെ മുസ്ലിമിന് തൻ്റെ മാനദണ്ഡം കൊണ്ട് ശരിയായത് അദ്ദേഹം അതിൽ ചേർത്തു. അതേപോലെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മുസ്ലിമിൻ്റെ 2789 നമ്പർ ഹദീസ്, ആ ഹദീസിനെ പറ്റി പറഞ്ഞു, ആ ഹദീസ് ഖുർആനിൻ്റെ ആയത്തിനെതിരാണ് എന്ന് ഇമാം ബുഖാരി പറഞ്ഞു. അതെവിടെ ഉണ്ട്? അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഫതാവയിലുണ്ട്, അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
അങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്താ കാര്യം? അപ്പോൾ മുസ്ലിമിലുള്ള ഒരു ഹദീസ്, ആ ഹദീസ് ഇമാം ബുഖാരിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അതങ്ങനെ ആവാം. ഇനി അത് മാത്രമല്ല, ഈ രണ്ട് മഹാപണ്ഡിതന്മാർ അവരാണ് ഹദീസിൻ്റെ രംഗത്ത് ഏറ്റവും വലിയ സേവനം ചെയ്തവർ. അവരെ വളരെയധികം സ്ഫുടം ചെയ്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ അവരാരെങ്കിലും അവരുടെ കിതാബ് പരിപൂർണമായ രീതിയിൽ യാതൊരു തരത്തിലുള്ള പരിശോധനക്കോ വിമർശനത്തിനോ ആലോചനക്കോ പാടില്ലാത്തതാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഓൻ ദീൻ്റെ പുറത്താണ് എന്ന് അവരാരെങ്കിലും പറഞ്ഞിക്കണോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാം ദാറുഖുത്നി, ആരാ ഇമാം ദാറുഖുത്നി? ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹം ഈ ഹദീസ് ഗ്രന്ഥങ്ങളെ പരിശോധിച്ചിട്ട് 210 റിപ്പോർട്ടുകളെ പറ്റി വിയോജിപ്പ് രേഖപ്പെടുത്തി. ആ വിയോജിപ്പ് ശരിയോ തെറ്റോ എന്നൊന്നും പറയാൻ നമ്മളെ ആളുകളല്ല, അത് ഹദീസ് പണ്ഡിതന്മാർ കൃത്യമായി പഠിച്ചു പറയാം. പക്ഷേ ഈ വസ്തുത യാഥാർത്ഥ്യമാണ്. 210 റിപ്പോർട്ടുകളെ പറ്റി നിരൂപണം നടത്തി. അങ്ങനെ ഇമാം ദാറുഖുത്നിക്ക് ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെയും കിതാബിനെ നിരൂപണം നടത്താനുള്ള അവകാശമുണ്ടോ? ഇല്ല. എന്നുണ്ടെങ്കിൽ അസ്സഹുൽ കുത്തുബി ബഅദ കിതാബില്ല, അള്ളാഹിൻ്റെ കിതാബിന് ശേഷം ഏറ്റവും ആധികാരികമായ കിതാബ് ബുഖാരിയാണ്, മുസ്ലിമാണ് എന്നുള്ളത് ഇമാം ദാറുഖുത്നി എങ്ങനെയാണ് മനസ്സിലാക്കിയത്? എങ്ങനെ മനസ്സിലാക്കി? അത് അസ്സഹുൽ കുത്തുബി ബഅദ കിതാബില്ല എന്നുള്ള ആ കിതാബിനെ പറ്റി മാത്രമല്ല പറഞ്ഞത്, അത് ഇമാം മാലിക്കിൻ്റെ മുവത്തയെ പറ്റി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അസ്സഹുൽ കുത്തുബി ബഅദ കിതാബില്ല. ഈ മുവത്ത എന്ന് പറഞ്ഞ ഹദീസ് ഗ്രന്ഥം, അതിൽ കുറച്ച് ഹദീസുകളേ ഉള്ളൂ. പക്ഷേ ഏറ്റവും ആദ്യത്തെ വളരെ ആധികാരികമായൊരു ഹദീസ് ഗ്രന്ഥമാണ് ഇമാം മാലിക്കിൻ്റെ മുവത്ത. ആ ഗ്രന്ഥത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആ കിതാബ് കംപ്ലീറ്റ് കാണാതെ പഠിച്ച ആളാണ് 10ാമത്തെ വയസ്സിൽ. അങ്ങനെ കാണാതെ പഠിച്ച അദ്ദേഹം പറഞ്ഞു, ഈ കിതാബ് അസ്സഹുൽ കുത്തുബി ബഅദ കിതാബില്ല എന്ന് പറഞ്ഞു. പക്ഷെ ബാക്കി പണ്ഡിതന്മാർ മുവത്തയിലുള്ള ഹദീസുകളിൽ ദുർബലതകൾ രേഖപ്പെടുത്തി. ഇമാം ഷാഫി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും. അപ്പം അതെന്തുകൊണ്ട്? ഈ വക വസ്തുതകളൊക്കെയും മറച്ചു വെച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളെ ആനയിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, പലതരത്തിലുള്ള കാര്യങ്ങൾ എടുത്തുന്നയിക്കാൻ വേണ്ടിയിട്ട് ഈ അടിസ്ഥാനപരമായ പ്രിൻസിപ്പിളിനെ തന്നെ അട്ടിമറിക്കുകയാണ്. അഥവാ ഒന്ന്, പരിശുദ്ധ ഖുർആനിൻ്റെ നസ്സായ ആയത്തുകളാണ്. ഈ ആയത്തുകൾ വളരെ സ്പഷ്ടവും വ്യക്തവുമാണ്. ഇനി ആയത്തുകളിൽ മുത്തശാബിഹത്തായ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകണ്ടെന്ന് പറഞ്ഞു. മുഖ്യമായ ആയത്ത് ഉപയോഗിച്ച് മുത്തശാബിഹത്തിനെ മനസ്സിലാക്കുക എന്ന് ഖുർആൻ പറഞ്ഞു. അതുപോലെ ഏതെങ്കിലും ആയത്തിൽ ഒന്നിലേറെ മാനയുണ്ടെങ്കിൽ, അർത്ഥമുണ്ടെങ്കിൽ, ആ രണ്ടർത്ഥവും പ്രസക്തമാണെങ്കിൽ ആ രണ്ടർത്ഥവും സ്വീകരിക്കാം. അങ്ങനെയുള്ള ചില പദപ്രയോഗങ്ങളിൽ ഖുർആനിലുണ്ട്. അത് മുസ്ലിം ലോകം അംഗീകരിച്ചു വന്നിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ ഖുർആനിനെ സംബന്ധിച്ച് ഖുർആനാണ് അതിൻ്റെ ഒന്നാമത്തെ ബേസ്. രണ്ടാമത്തെ ബേസ് എന്താണ്? ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ, അർ-റസൂലിലേക്ക് മടക്കുക എന്നാണ്. അർ-റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ്? മുഹമ്മദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അർ-റസൂൽ എന്ന, റസൂൽ എന്നല്ല പറഞ്ഞത്, റുസുലെന്നും അല്ല പറഞ്ഞത്, അർ-റസൂലിലേക്ക് മടക്കണം. അർ-റസൂൽ മുഹമ്മദ് നബിയാണ്. കാരണം മുഹമ്മദ് നബിയാണ് ശരീഅത്തിൻ്റെ അന്തിമ രൂപം, അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ സമ്പൂർണമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തരാൻ അള്ളാഹു അയച്ചിട്ടുള്ള അന്ത്യപ്രവാചകൻ, അവസാന പ്രവാചകൻ, ഖാത്തിമുൻ നബിയ്യൻ അല്ലെങ്കിൽ ഖാത്തമുൻ നബിയ്യൻ ആണ് പ്രവാചകൻ. ആ പ്രവാചകനാണ് പറഞ്ഞു തരേണ്ടത്. അപ്പോൾ അർ-റസൂൽ എന്ത് പറഞ്ഞു നോക്കുക. ഇത് രണ്ടും വെച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇതിൻ്റെ അപ്പുറമുള്ളതൊക്കെ, അപ്പുറമുള്ള ആൾക്കാരാരെങ്കിലും അനാവശ്യം പറയണോ? ബാക്കി പണ്ഡിതന്മാരൊക്കെ കുറ്റം പറയണോ? പറയേണ്ട ആവശ്യമില്ല. എന്നാൽ പിന്നെ ഈ രണ്ട് കാര്യത്തിലും നേർക്ക് നേരെ വന്നിട്ടില്ല ഒരു കാര്യം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും? ഈ കാര്യത്തെപ്പറ്റി തന്നെയാണ് മുജാഹിദ് പണ്ഡിതന്മാർ നേരത്തെ പഠിപ്പിച്ചിരുന്നു. അവിടെ പോയി തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്ത നബിയിഹി. നബി പറഞ്ഞു, ഞാൻ നിങ്ങൾ അന്ധകാരത്തിൽ വിട്ടുപോകുന്നില്ല, നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ബാക്കി വെച്ചു പോകുന്നു.
അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ തെറ്റിപ്പോകൂല. അതിലൊന്ന് അള്ളാഹിൻ്റെ കിതാബ്, രണ്ട് സുന്നത്ത നബിയിഹി, നബിൻ്റെ സുന്നത്ത്. നബിൻ്റെ ഹദീസ് എന്നല്ല അവിടെ പറഞ്ഞത്, നബിൻ്റെ സുന്നത്ത്. ആ സുന്നത്ത് കിട്ടലെങ്ങനെയാണ്? ഹദീസിലൂടെ. ഹദീസിൽ നിന്ന് മക്ബൂലായി വരുന്ന ഹദീസുകൾ, അതാണ് സുന്നത്ത്. ളൈഫായ ഹദീസ് സുന്നത്തല്ല, മർദൂദായ ഹദീസ് സുന്നത്തല്ല, മൗലൂആയ ഹദീസ് സുന്നത്തല്ല, സുന്നത്തിന് ആധാരമാക്കാൻ പറ്റിയതല്ല. ഈ വസ്തുത ഇന്ന് വീണ്ടും ഒന്നുകൂടി പഠിക്കേണ്ടതുണ്ട്, ആളുകളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള ബോധമില്ലായ്മ കൊണ്ട് പല തരത്തിലുള്ള കാര്യങ്ങളും കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെ സുന്നത്ത് എന്ന് പറഞ്ഞു. ഇനി സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്സുന്നത്തു മാ ജാഅ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഖ്വാലിഹി വ അഫ്ആലിഹി വ തഖ്രീരിഹി വമാ ഹമ്മ ബിഫീലിഹി എന്ന് പറഞ്ഞാൽ ഇതാരും എതിർക്കണില്ല. എല്ലാവരും എതിർക്കാത്ത ഇജ്മാ ഉള്ളൊരു വർത്താനാണിത്. കാരണം ആർക്കും എതിർപ്പില്ല സുന്നത്തിൻ്റെ നിർവചനത്തിൽ. അങ്ങനെയുള്ള ഈ നിർവചനം പറഞ്ഞിട്ടുള്ളത് ഷേഖ് ഇബ്നു ഹജർ അസ്ഖലാനിയാണ്. അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരി പറഞ്ഞതാണ്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുള്ള അതനുസരിച്ച് സുന്നത്ത് പറഞ്ഞാൽ എന്താണ്? നബിയിലേക്ക് ഡയറക്റ്റായി കണക്ട് ചെയ്യപ്പെടണം. നബിൻ്റെ ഇപ്പുറത്ത് എവിടെയും കണക്ട് ചെയ്താലോ, ഒരു സഹാബിയിൽ കണക്ട് ചെയ്താൽ അത് സുന്നത്താവൂല, സുന്നത്തിൻ്റെ വ്യാഖ്യാനമാകാം. സുന്നത്തിനെതിരല്ലെങ്കിൽ, സുന്നത്തിന് എതിരാണെന്നൊരാൾക്ക് ബോധ്യപ്പെട്ടാലോ, ബോധ്യപ്പെട്ട ആ വ്യാഖ്യാനം തള്ളാം. ഇതാണ് അതിൻ്റെ രീതി. ഇതാണ് ആ കാര്യത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ സുന്നത്ത നബിയിഹി, നബിൻ്റെ സുന്നത്താണ് പ്രമാണമെന്ന് പറഞ്ഞു. അല്ല ഇന്ന കിതാബാണ് പ്രമാണം എന്നല്ല പറഞ്ഞത്. ഏത് കിതാബിൽ നിന്നായാലും വരുന്ന സ്ഥിരപ്പെട്ട ഹദീസുകൾ, ആ ഹദീസുകളാണ് സുന്നത്ത്. ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആർക്കും യാതൊരു തരത്തിലും ഇസ്ലാമിനെ അവഹേളിക്കാനുള്ള അവസരം ഉണ്ടാവില്ല. അതുപോലെ ഒരാൾക്കും അതുപോലെ ഇസ്ലാമിൽ അന്ധവിശ്വാസങ്ങൾ കടത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. ഈ ഒരടിസ്ഥാന ധാരയിൽ നിൽക്കണം. ഇതിൽ രണ്ട്, അപ്പോൾ ഒന്ന് ഖുർആൻ, രണ്ട് സുന്ന. ഇതുപോലെ തന്നെ ഈ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചിട്ടുള്ളതിൽ ആ പരിശോധന ദാറുഖുത്തിനെ പറ്റി ഞാൻ പറഞ്ഞു. എന്നാൽ മറ്റാരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഉണ്ട്. പൂർവികരായ പണ്ഡിതന്മാർ, ഈ കിതാബുകളിലൊക്കെയും പരിശോധനകൾ നടത്തിയ പണ്ഡിതന്മാർ പലരുമുണ്ട്. അവരാ പരിശോധന നടത്തിയ ആളുകൾ. ഇബ്നു അബ്ദുൽ ബിർ, അദ്ദേഹം ബുഖാരിയുള്ള ഒരു ഹദീസിനെ പറ്റി എതിരഭിപ്രായം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു കദിസ്തങ്കറ എന്ന് പറഞ്ഞു. തീർച്ചയായും ഒരു റിപ്പോർട്ടിനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ റിപ്പോർട്ടിനെ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കൊള്ളുന്നില്ല, അദ്ദേഹം നിരാകരിച്ചു. അപ്പോൾ അങ്ങനെ നിരാകരിച്ച അദ്ദേഹം ഇസ്ലാമിൻ്റെ പുറത്താണോ? അങ്ങനെ നിരൂപണം നടത്താൻ പാടില്ലേ? അങ്ങനെ പുറത്താക്കുകയാണെങ്കിൽ ഏറ്റവും ആധുനികനായി ഇവർ കുറേ ഉദ്ധരിച്ചുകൊണ്ട് നടക്കുന്ന ഷേഖ് നാസറുദ്ദീൻ അൽബാനിനെ പിടിച്ച് പുറത്താക്കണം. കാരണം ഷേഖ് നാസറുദ്ദീൻ അൽബാനി ഇമാം ബുഖാരിയുടെ കിതാബിലുള്ള ഹദീസിൻ്റെ സനദ് പരിശോധിച്ച് കളഞ്ഞു. ഇബ്നു അബ്ദുൽ ബർ മത്ന പരിശോധിച്ചെങ്കിൽ ഷേഖ് നാസറുദ്ദീൻ അൽബാനിൻ്റെ സനദ് പരിശോധിച്ച് കളഞ്ഞു. സനദ് പരിശോധിച്ച അദ്ദേഹം ഈ ഹദീസ് ദുർബലമാണ് എന്ന് രേഖപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ലേ? ഉണ്ട്, രേഖപ്പെടുത്തിയതുണ്ട്. അദ്ദേഹത്തിൻ്റെ സിൽസിലത്തുൽ അഹാദീസ് നബവിയ എന്ന പരമ്പരയിൽ അത് കാണാം. അതുപോലുള്ള മറ്റ് കിതാബുകളിൽ കാണാം. അദ്ദേഹം പരിശോധിച്ച് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വെച്ചുകൊണ്ട് അപ്പോൾ ഇന്ന് ഇക്കാലത്ത് ഒരാൾക്ക് ഹദീസ് പഠിക്കാൻ പറ്റുമോ? പറ്റും. ഹദീസ് നിരൂപണം നടത്താൻ പറ്റുമോ? പറ്റും. എന്നാൽ ഹദീസിനെ അടിയോടെ തള്ളുന്ന, ഹദീസ് പ്രമാണമാണോ എന്ന് ചോദിക്കുന്ന ആ രീതിയും, ഇത് രണ്ടും ഒന്നാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അതിലൂടെ വ്യാജ ചരക്കുകളെ ഇറക്കുമതി ചെയ്യാനുള്ള ഗൂഢമായ ശ്രമമാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഹദീസ് പ്രമാണമാണ്, സ്ഥിരപ്പെട്ട ഹദീസാണ് പ്രമാണം. അത് സുന്നത്തായി തീരും. ആ സുന്നത്ത് പ്രമാണമാണ്. അതല്ലാത്ത സംശയാസ്പദമായവ ചിലത് മൗക്കൂഫായി മാറ്റിവെക്കേണ്ടതുണ്ടാകും, ചിലത് മർദൂദായിട്ടുള്ളതുണ്ടാകും. ആ മർദൂദായിട്ട് തന്നെ കണക്കാക്കണം.
ഇതാണ് അത് സംബന്ധിയായിട്ടുള്ള ശരിയായ ഇസ്ലാം പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച പ്രമാണ രീതി. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഖുർആനിനെതിരായിട്ട് വരുന്ന ഹദീസുകൾ, ആ ഹദീസുകൾ എന്ത് ചെയ്യണം? ഈ ഹദീസുകൾ അതിനെപ്പറ്റി ആരൊക്കെ പറഞ്ഞു? അതിലെ എല്ലാ ഇസ്ലാഹി പണ്ഡിതന്മാരും പറഞ്ഞു. അതിൽ ഒന്ന് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, അദ്ദേഹം സുന്നത്ത് അർത്ഥവും പ്രാധാന്യവും, പേജ് 40-43 വായിച്ചു നോക്കുക. സുന്നത്ത് അർത്ഥവും പ്രാധാന്യവും, അതിൽ കാണാം ഖുർആനെതിരായിട്ടുള്ള ഹദീസ് അത് ദുർബലമായി പരിഗണിക്കേണ്ട റിപ്പോർട്ടുകളുടെ കൂട്ടത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഇമാം അക്ബർ ഹദീസുകളുടെ പ്രാമാണികത, വിമർശനങ്ങൾ, വസ്തുക്കൾ, പേജ് 122 എടുത്തു നോക്കുക. അതിലും ഈ ഉസൂല് പറഞ്ഞിട്ടുണ്ട്. അമാനി മൗലവി അദ്ദേഹം നബിചര്യയും ഇസ്ലാമിക ശരീഅത്തിൽ അതിനുള്ള സ്ഥാനവും, പേജ് 101, 105 എടുത്തു നോക്കുക. അതിൽ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ കാര്യവും കാണാം. അതുമാത്രമല്ല KP മുഹമ്മദ് മൗലവി അത്തവസ്സുൽ കേനം പബ്ലിഷിംഗ് പുസ്തകം, പേജ് 82 അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഖുർആനെതിരായിട്ടുള്ളത് നിരാകരിക്കപ്പെടേണ്ടതാണ്. ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി ബുലുൽ മറാം പരിഭാഷ മുഖവുര, പേജ് 11 ഈ ഉസൂല് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ ഉസൂല് ഇവരാരെങ്കിലും ഉണ്ടാക്കിയതാണോ? അല്ല, അത് ഖുർആനിൻ്റെ ആധാരങ്ങളിൽ നിന്നുകൊണ്ട് പൂർവികരായ ഉസൂലി ഹദീസ് പണ്ഡിതന്മാർ നിർണയിച്ചു വച്ചിട്ടുള്ളതാണ്. ആ നിർണയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഇത്. നമുക്ക് തദ്രീബുർ റാവി 3441 കാണാൻ പറ്റും. ഇബ്നുൽ ജൗസി പറയുകയാണ്, ഇദാ റഅയ്ത അൽ ഹദീസ യുബായിനുൽ മഖൂല ഔ യുഖാലിഫുൽ മൻഖൂല ഔ യുനാക്കിദുൽ ഉസൂല ഫഅലം അന്നഹു മൗദൂ. നീ ഒരു ഹദീസിനെ കണ്ടെത്തി, ആ ഹദീസ് മഖൂലിന് സാമാന്യ ബോധത്തിനെതിരാണ്, ഔ യുഖാലിഫുൽ മൻഖൂൽ നിരപ്പെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്ന് സ്ഥിരീകരിക്കപ്പെട്ടതിനെതിരാണ്, ഔ യുനാക്കിദുൽ ഉസൂൽ ഇസ്ലാം മുന്നോട്ട് വെച്ച, ഖുർആൻ മുന്നോട്ട് വെച്ച മൗലിക ആശയങ്ങൾക്കെതിരാണ്. അങ്ങനെയാണെങ്കിൽ ഫഅലം അന്നഹു മൗദൂ, തീർച്ചയായും അത് മൗദൂയിൽപ്പെട്ടതാണ് എന്ന് ഗണിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ ഇബ്നു ഹജർ അസ്കലാനി നുസ്റത്തുൻ നദർ ഫി തൗലീഹി നുഖ്ബത്തുൽ ഫിക്ർ 151 പേജിലും ഇതേ ആശയങ്ങൾ പറഞ്ഞു. അതിൽ അദ്ദേഹം അവിടെ പറയുന്നത് ഈ ഹാലുൽ മർവി എന്ന് പറഞ്ഞിട്ട് റാവികളുടെ ഈ ഹദീസ് സ്വീകരണത്തും ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് യകൂന മുനാഖിദൻ ലിന്നസ്സിൽ ഖുർആൻ, ഖുർആൻ്റെ നസ്സിന് വിരുദ്ധമായി വരുന്നത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അസുന്നാൽ മുത്തവാത്തിറ, മുത്തവാത്തിറായ സുന്നത്തിനെതിരായിട്ടുള്ളത്, അവിൽ ഇജ്മാഉൽ ഖത്ഈ, ഇജ്മാഉൽ ഖത്ഈ അഥവാ ഖത്ഈയായ ഇജ്മാഇനെതിരായിട്ടുള്ളത്, അഥവാ ഉറപ്പായിട്ടുള്ള ഏകകണ്ഠമായ അഭിപ്രായത്തിനെതിരായിട്ടുള്ളത്, ഔ സരീഹുൽ അഖൽ സാമാന്യ ബുദ്ധിക്ക്, ഒരാളുടെ ഏതെങ്കിലും ഒരു ചെറിയ 4ാം ക്ലാസ്സിലെ യുക്തിബോധത്തിനെതിരെ നല്ല ഈ പറഞ്ഞ്, മറിച്ച് സാമാന്യമായ യുക്തിബോധത്തിന്, ഒരു കാലഘട്ടത്തിൻ്റെ സാമാന്യമായ യുക്തിബോധത്തിന് എതിരായി വരുന്ന കാര്യമാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അത് തള്ളപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യവും ഇബ്നു ഹജർ അസ്കലാനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഉസൂൽ തന്നെയാണ് ഇവരെല്ലാം പറഞ്ഞത്. ഈ ഉസൂലിനെ അട്ടിമറിച്ചിട്ടാണ് ഇപ്പോൾ പലതരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വ്യാജ ചരക്കുകളും നമ്മുടെ സമൂഹത്തിൽ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പരിണാമഫലം എന്താണ്? ഒന്ന്, ഇസ്ലാമിനെ പറ്റി ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. ഇസ്ലാം അല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ന്യായീകരിച്ച് ഇടങ്ങാറാകേണ്ട അവസ്ഥ വന്നു ചേരുന്നു. ഒന്ന്. രണ്ടാമത്, ഇസ്ലാമിലില്ലാത്ത പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ബിദ്അത്തുകളും അതൊക്കെ വീണ്ടും സ്ഥാപിച്ചെടുത്ത് അതൊക്കെ ഇസ്ലാമിൻ്റെ അകത്തോട്ട് കയറ്റാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ മഖ്അദഹു മിനന്നാർ, മുത്തവാത്തിരിനോളം എത്തിച്ചേരുന്ന ഒരു ഹദീസാണത്. അങ്ങനെയുള്ള ഹദീസ് പറഞ്ഞ എൻ്റെ പേരിൽ കള്ളം കെട്ടി പറയുന്നവർ, ആ കള്ളം കെട്ടി പറയുന്നവൻ നരകത്തിൽ ഇരിപ്പിടം ഉറപ്പിച്ചോളട്ടെ എന്ന് നബി പറഞ്ഞു. അതുകൊണ്ടാണ് ഉസൂലി പണ്ഡിതന്മാർ ഹദീസിനെ ഇത്ര നിശ്ചിതമായി പരിശോധിക്കാൻ കാരണം. നബിൻ്റെ പേരിലേക്ക്
ഒരു കളവും ചേർന്നു പോകരുത് എന്നുള്ള സൂക്ഷ്മത. ഈ സൂക്ഷ്മതയാണ് ഈ രംഗത്ത് ആവശ്യമായിട്ടുള്ളത്. ഇന്ന് പ്രത്യേകിച്ചും ഈ രണ്ട് ധാരകളുണ്ട്. ഒരു ഭാഗത്ത് ഹദീസിനെ നിരപ്പെ തള്ളിക്കളയുന്ന രീതി, മറ്റൊന്ന് ഹദീസിനെ വിവേചനബോധമില്ലാതെ ഉപയോഗിക്കുന്ന രീതി. ഈ വിവേചനമില്ലാത്ത രീതികളിലൂടെ കടന്നു വന്നാണ് നമ്മുടെ സമൂഹത്തിലേക്ക് സിഹറും ജിന്നും കണ്ണേറും ഇനി ബാക്കി എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണ് അണിയറയിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നറിയില്ല, അത് ഓരോന്ന് കടന്നു വരിക. അതിനാൽ ഇത്തരത്തിലുള്ള എല്ലാവിധ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടാൻ, ശരിയായ ഇസ്ലാമിനെ പ്രസൻറ്റ് ചെയ്യാൻ, അതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടാൻ നമ്മൾ മാത്രമേ ഇനിയുള്ളൂ. അതിനാൽ നാം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.